പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾ പല പ്രഭാഷണങ്ങളും പല സമയങ്ങളിൽ കേൾക്കാറുണ്ട്. പക്ഷേ ചിലതൊന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അത് മറന്നുപോകും, അല്ലെങ്കിൽ അത് ആ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ ഒന്നുകൂടെ കേൾക്കേണ്ടതാണ്. അതിനാൽ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് പലർക്കും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കക്ഷികളുമായിട്ട് ബന്ധമുണ്ടാവും. അതിലൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു. അതിനൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരിക്കലും അതിനെതിരുന്നിട്ടില്ല. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ പ്രവർത്തകർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. നമ്മുടെ ഏറ്റവും ഒന്നാമത്തത് ദീനാണ്. ആ ദീൻ കഴിഞ്ഞിട്ടേ മറ്റുള്ള സംഗതികളുള്ളൂ. അപ്പോൾ ദീനിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം വളരെ ശക്തമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണില്ല. അതിനെതിരിൽ നമ്മുടെ പ്രവർത്തനം അത് പോരാന്നാണ് ഞാൻ പറയുന്നത്. ബിദഈ പ്രസ്ഥാനങ്ങൾ അവരാണ് നവോത്ഥാന നായകന്മാരെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അത് തോന്നുകയാണ് അവരാണ് നവോത്ഥാന നായകന്മാർ, അവരാണ് ഇവിടെ നവോത്ഥാനം. എന്ത് നവോത്ഥാനം അവർ ഉണ്ടാക്കിയത്? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഈ വിശുദ്ധമാവുന്ന ആശയാദർശങ്ങൾ ആരുടെ മുന്നിൽ പറയാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് യാതൊരു മടിയില്ല, യാതൊരു പേടിയില്ല. അപ്പോൾ സുന്നത്ത് ജമാഅത്തിനെതിരിൽ വരുന്നതായ ഏത് ശബ്ദങ്ങൾക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന് തിരിച്ചടി നൽകും. ആ ശബ്ദങ്ങൾ അത് ഏത് ബിദഈ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിന് മറുപടി പറയുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ഇത് മഹാന്മാരാവുന്ന ഇതിൻ്റെ സ്ഥാപക നേതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചതായ ഏറ്റവും വലിയതായ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ, നമ്മളൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാരാണ്. അത് ഏത് സമസ്തയാകട്ടെ, സംസ്ഥാനമാകട്ടെ, ആ ഒരു പ്രവർത്തകരാകുമ്പോൾ നമ്മൾ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടത് പരിശുദ്ധമായ ദീനിനാണ്. അപ്പോൾ ആ ദീനിനെതിരെ എന്തു വന്നാലും അവിടെയൊക്കെ നമ്മൾ ദീനിന് മുൻതൂക്കം കൊടുത്ത് മറ്റുള്ളതിനെല്ലാം രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ വേങ്ങരയിലേക്കൊന്ന് പോയി നോക്കിയാൽ വേങ്ങരയിൽ ഇത്തവണ നിൽക്കുന്നത് വഹാബി ആശയക്കാരനാകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പേര് KM ഷാജി, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വഹാബി ആശയക്കാരനാണെന്ന് ഞാൻ പറഞ്ഞതല്ല. സമസ്തയുടെ നേതാക്കളിൽ ഒരാളായ ബഹുമാനപ്പെട്ട അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദ് ഷാജിയെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. KM ഷാജി മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നത് കണ്ടപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പിളരാൻ പാടില്ല, അവരെ ഇസ്ലാഹി മീറ്റ് വിളിച്ചെടുത്ത് അദ്ദേഹം പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ പിളരാൻ പാടില്ല, അത് അത്യന്തം അപകടകരമാണ്, സർവനാശമാണ്. നിങ്ങളിവിടെ ഇങ്ങനെ ഉണ്ടായാൽ മതി, പ്രവർത്തിക്കട്ടെ. എന്നാൽ പോലും സുന്നി വിഭാഗം എന്ത് ചോദിച്ചും അവർ അന്ധവിശ്വാസങ്ങളെ കുറച്ചെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ പിളരാൻ പാടില്ല. അഥവാ നിങ്ങളിത് പിളരാൻ വേണ്ടി സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും സർവനാശം എന്ന് മാത്രമല്ല ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും. അത്ര ഗൗരവത്തെറ്റാം. മറ്റു സാധാരണ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന തെറ്റുകൾക്ക് അവസാനം മരണാനന്തര ശിക്ഷ കിട്ടുക. പക്ഷേ മുജാഹിദ് പിളർക്കാൻ, മുജാഹിദ് പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്തു? ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുമെന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഞാൻ ആ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രസംഗവേദിയിലെ പ്രസംഗം അങ്ങനെ തന്നെ കേൾപ്പിക്കാം. ആ അപകടത്തെ ഉണ്ടാക്കുന്നവർക്ക് സർവനാശം ഉണ്ടാകും. ഞാൻ പറയുന്നത് വേറെ എന്ത് പിന്നിപ്പ് പോലല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ചിട്ട് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കും. അത്രമേൽ അപകടമാണ്, അത്രമേൽ അപകടമാണ്. ഒരു അവയർനെസ് ആണ്, അല്ലെങ്കിൽ ഒരു ചൂണ്ടുവലകയാണ്, അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു വിരലാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ. നിങ്ങൾ വമ്പിച്ച മാറ്റം ഉണ്ടാക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഒരു ഭാഗത്തുണ്ട് തോന്നിയാൽ തന്നെ പലയിടത്തും ഖുറാഫാത്തിൽ നിന്ന് ആളുകൾ പതുക്കെ ഖുറാഫാത്തിൽ മിതത്വം വരുത്തുക. സംഗതി ഖുറാഫാത്തായിരിക്കും, അതിലൊരു മിതത്വം വരുത്തുക, അങ്ങനെ ഏർപ്പാടില്ലല്ലോ. അതെങ്കിലും ഉണ്ടാവും. മുജാഹിദ് പ്രസ്ഥാനം പൊതുവെ IS പോലുള്ള തീവ്രവാദി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം വഹാബി പ്രസ്ഥാനമാണ്. ആ വഹാബി പ്രസ്ഥാനത്തിന് കേരളത്തിൽ വിവിധ തരത്തിലുള്ള ചിന്താഗതിക്കാരുണ്ട്. അവരെ കൊടുത്ത ഏറ്റവും വലിയ ഭീകരവാദിയാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന പ്രഭാഷകൻ. അദ്ദേഹം വളരെ ഭീകരമായി പറയും. ഇപ്പം മുസ്ലിങ്ങൾ ഹജ്ജിന് പോയാൽ അവിടെ മീനായിൽ തീപിടുത്തുണ്ടായത് കാരണം 25 ലക്ഷം ഹാജിമാർ 20 ലക്ഷം ബഹുദൈവ വിശ്വാസികളും അന്ധവിശ്വാസികളുമാണ്. മുസ്ലിങ്ങൾ കുറച്ചുള്ളൂ വെച്ചാൽ ഇവരെ ഉള്ളൂ ഈ മുസ്ലിങ്ങൾ, അതുകൊണ്ടാണ് തീപിടുത്തുണ്ടായെന്ന് വരെ പ്രസംഗിക്കുന്ന ആളാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് എത്രയോ സംഭവങ്ങൾ കൊടുത്തിരുന്നപ്പെട്ടത് സുന്നികളുടെ കുട്ടികൾ മദ്രസയിൽ ചേർന്നാൽ പഠിച്ച് പൂർത്തിയാക്കാൻ അനുവദിക്കുന്ന മുമ്പ് അവർ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് നല്ലത്. കാരണം അവർ വളർന്ന സുന്നികൾ ഖുറാഫികൾ പ്രശ്നക്കാരാകും, ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഷാജി പറയുന്നത് പറയാം. ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹം
അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിദർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത്. എന്നാൽ ഇതേ മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, മുജാഹിദ് ബാലുശ്ശേരി എന്തൊക്കെ തെറ്റുപറ്റിക്കോട്ടെ, അദ്ദേഹം തിരുത്തിക്കോട്ടെ, തിരുത്തുന്നത് മാന്യതല്ലേ, പ്രവാചകന്മാർക്കല്ലേ തെറ്റ് പറ്റാത്തുള്ളൂ, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല, അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്, അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആളാണ്, കൃത്യമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരുടെ മീറ്റിൽ പ്രസംഗിച്ചത് വീണ്ടും നമുക്ക് കേൾക്കാം. ഞാനിപ്പോ പറയുന്നു മുജാഹിദ് ബാലുശ്ശേരിനെ കണ്ടപ്പോൾ ഞാൻ ഇന്നലെ തുറന്നപ്പോൾ ബാലുശ്ശേരിയുടെ പ്രസംഗം അങ്ങനെ ബാലുശ്ശേരിയുടെ പ്രസംഗം ഇങ്ങനായി അതാ ഒന്ന് ഇതാക്കി പറഞ്ഞു, മാറ്റി പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെന്നല്ലോ മനുഷ്യന്മാർക്ക് തെറ്റുപറ്റിയാൽ അത് മാറ്റി പറയുന്നതാണ് ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുക. തെറ്റാൻ തോന്നുന്ന സമയത്ത് അത് മാറ്റി പറയണം. മാറ്റി പറഞ്ഞ അയിമ പിടിക്കുക, മാറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ അയിമ പിടിക്കുക. ഒരു നിലക്കൊരാളെ കൂടുതലാക്കി ഇതൊക്കെ എന്തിന്റെ പേരില്ല? സംഘടനാ പക്ഷപാതിത്വം അല്ലാതെ ദീനാ നിങ്ങൾ പറയൂ, ഇസ്ലാമാ നിങ്ങൾ പറയും. സംഘടനാ പക്ഷപാതിത്വമില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞവരെ ന്യായീകരിക്കൂലേ? പിന്നെ എവിടെ ഈ ദീൻ എന്ന് പറയുന്ന സാധനം ഉള്ളത്? മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൂരിയാട് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ പോകുന്ന സാഹചര്യം വന്നപ്പോൾ സമസ്തയുടെ പ്രവർത്തകർ അങ്ങനെ പോകൂല, അത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് KM ഷാജി ആ സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചത്, പോയതല്ല വിഷയം, എന്താ പോയാൽ ചെയ്യുക, ആരവിടെ ചെയ്യാനുള്ളത്, എന്താ ഇവിടെ ഒന്ന് പ്രസംഗിച്ചാൽ മൂക്ക് തെറിക്കോ എന്ന് പ്രസംഗിച്ചാലാണ് സമസ്തയെ വെല്ലുവിളിച്ചത്. അങ്ങനത്തെ അദ്ദേഹമാണ് സമസ്തയുടെ അകത്തുള്ള ലീഗുകാരനാണെന്ന് നമുക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ സമസ്തയുടെ ഉള്ളിൽ CPM-ന് സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന പുതിയൊരാശയം അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത്യന്തം ഭീകരമായ ഒരു ആരോപണം അത്. സമസ്ത എന്ന് പറഞ്ഞാൽ സമുന്നതരായ കേരളത്തിലെ ആത്മീയ നേതൃനിരയിലെ പണ്ഡിത സാന്നിധ്യങ്ങളാണ്. അതും 40 മെമ്പർമാർ. അവർക്കിടയിൽ CPM പോലുള്ള ഒരു ഭൗതിക രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രത്യേക സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമസ്തക്കും സമസ്ത അംഗീകരിക്കുന്ന ജനലക്ഷങ്ങളെയും അപമാനിക്കലാണ്, വളരെ മോശമായി ചിത്രീകരിക്കലാണ്. ഒരിക്കലും ഷാജി സാഹിബിനെ പോലെ സമസ്തയിൽ എത്രയോ ജനലക്ഷങ്ങൾ സ്നേഹിക്കുന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ സമസ്ത ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. വളരെ മോശം. നമുക്ക് കേട്ടല്ലോ ഷാജി ആരാണ് എന്നുള്ളത്, KM ഷാജി ആരാണെന്നുള്ളത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. കാരണം ഈ അടുത്ത് നടന്ന പ്രശ്നങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായ സമീപനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഹമീദ് ഫൈസ് ഉസ്താദ് പറഞ്ഞതുപോലെ സമസ്തയുടെ സ്ഥാപക ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വഹാബികൾ നടത്തുന്ന പരിപാടിയിൽ, വഹാബികൾ എന്ന് പറയും വിദേഹികൾ നടത്തുന്ന ഏത് വിദേഹത്തിന്റെ ആളുകൾ നടത്തുന്നതാണെങ്കിലും, അത് ഇനി വഹാബികൾ മുജാഹിദാകാം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആകാം, അല്ലെങ്കിൽ കള്ള വ്യാജ തുരീഖത്തുകാരാകാം, ആരാകാം, അവരുമായിട്ട് വേദി പങ്കിടുന്നതും അവരുടെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നതും ഇതിനൊക്കെ സമസ്തയുടെ സ്ഥാപക ലക്ഷ്യം തന്നെ അതിലൊക്കെ വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. അത് സമസ്തയുടെ ഒരു നിയമമാണ്. ഇതുപോലെ ഓരോ പാർട്ടിക്കാർക്കും അവരുടേതായ നിയമങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഞാനൊരു സമസ്തക്കാരനാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ സമസ്തയുടെ സ്ഥാപക ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു നിയമത്തിനോട് കൊഞ്ഞന കുത്തുകയും ചെയ്യുമ്പോൾ അത് എത്രമാത്രം വിരോധാഭാസമാണ്. അല്ല, ഇനി ഈ നിയമങ്ങളൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ഒരു വിചിത്രമായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു നിയമം കേൾപ്പിച്ചു തരാം. അത് ഇതിലേറെ വിചിത്രമാണ്. അതായത് മുസ്ലിം ലീഗിൽ നിന്നും മാറിയിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ മുസ്ലിം ലീഗിൽ നിന്നല്ല പോകുന്നത്, മറിച്ച് ദീനുൽ ഇസ്ലാമിൽ നിന്നാണ് പോകുന്നതാണ് KM ഷാജി പറയുന്നത്. ആ മുസ്ലിം ലീഗിന്റെ വിചിത്രമായ ഒരു നിയമം നമുക്കൊന്ന് കേട്ടുവരാം. CPM-ൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ, SFI-ലും DYFI-ലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചിലരൊക്കെ ചിരിക്കുകയാണ്, ഓ ലീഗിന് ക്ഷീണായി പോയി. ലീഗിന്റെ ആഫീസിന്റെ പരിസരത്ത് നിന്നല്ല അവർ പോകുന്നത്, അവർ ദീനിന്റെ പരിസരത്ത് നിന്നാണ്. അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. DYFI-യുടെ കൊടി പിടിച്ച് മുന്നോട്ട് വന്ന ഒരുത്തനെ നിങ്ങൾ പരിശോധിച്ചോ? അവരെ നിങ്ങൾ പരിശോധിക്ക്. CPM-ലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളില്ലേ, സമുദായത്തിന്റെ പേര് പറഞ്ഞ്, ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തേ CPM-ൽ മെമ്പർഷിപ്പ് എടുക്കാത്തത്? എന്താ മെമ്പർഷിപ്പ് എടുക്കാത്തത്? CPM-ലേക്ക് പോകുന്നത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തലയിൽ കെട്ടി തന്നെ CPM-ൽ മെമ്പർ ആയിക്കൂടെ? മെമ്പർഷിപ്പ് എടുത്തുകൂടെ? എന്താ നിങ്ങൾ എടുക്കാത്തത്? എന്തേ നിങ്ങളുടെ മക്കളെ SFI ആക്കാത്തത്? എന്തേ നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ DYFI-ലേക്ക് ചേർക്കാത്തത്? അപ്പോൾ ഒരു മുസ്ലിം ലീഗുകാരൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ CPM-ൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ
അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്നാണ് പുറത്തു പോകുന്നത്, ലീഗിൽ നിന്നല്ല. എന്തായി പറയുന്നത്? ഇതൊക്കെയല്ലേ വിചിത്രമായ നിയമങ്ങൾ? ഇതുവരെ ആരും കേൾക്കാത്ത വിചിത്രമായ നിയമങ്ങളാണ് കേട്ടോ അതൊക്കെ. മുസ്ലിം ലീഗിൽ നിന്ന് വേറെ ആരും പറഞ്ഞത് കേട്ടിട്ടില്ല. ദീനുൽ ഇസ്ലാം. അപ്പൊ ഈ സാധുവൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഈ പാർട്ടിയാണ് മതം എന്നല്ലേ? അപ്പോൾ നിങ്ങൾ പറയുന്ന CPM-കാർ അഥവാ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും തമ്മിലുള്ള ആശയത്തിൽ എന്ത് വ്യത്യാസമുള്ളത്? നിങ്ങൾ പറയുന്ന രീതിയിൽ CPM-കാർ അവർക്ക് മതപരമായിട്ടൊരു കാര്യമില്ല. മതം എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയാണ്. അവരുടെ പാർട്ടി എന്ത് പറയുന്നോ അതാണ് അവരുടെ അവസാന വാക്ക്. ഇതല്ലേ നിങ്ങൾ പറയാറുള്ളത്? ഇത് തന്നെയല്ലേ ഇപ്പം നിങ്ങളും ചെയ്യുന്നത്? നിങ്ങൾ ഈ പറയുന്നതനുസരിച്ച് മുസ്ലിം ലീഗ് ആണ് മതം. ആ മുസ്ലിം ലീഗിൽ നിന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവൻ മതത്തിൽ നിന്ന് പുറത്തു പോയി എന്നല്ല പറയുന്നത്. അപ്പം ഇത് തന്നെ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളും കമ്മ്യൂണിസവും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ അവൻ നിസ്കരിക്കാറില്ല, അവൻ പള്ളിയിൽ പോകൂല, അവൻ അള്ളാഹ് എന്ന് വിളിക്കൂല, അല്ലെങ്കിൽ അവൻ ദൈവം എന്ന് വിളിക്കൂല. ഇതൊക്കെയാണല്ലോ നിങ്ങൾ പറയാറുള്ളത്. ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ഷാജി മറ്റൊരിടത്ത് പറഞ്ഞ ഒരു നിയമവും കൂടെ കേൾക്കാം. അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ. പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോൾ അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിരിക്കുമ്പോഴും തെറ്റാണ്. അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല, ഒരു മന്ത്രിയുടെ പണിയല്ല. അതാണ് പ്രശ്നം. ഇത് ലീഗിന്റെ മറ്റൊരു നിയമമാണ്. അതായത് ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ അവന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരാൾ മാതാ അമൃതാനന്ദമായി അവരെ ആരാധിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അത് അവരുടേതായ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് പോകാൻ പാടില്ല. പിന്നെ മുസ്ലിമായ ഒരു മനുഷ്യനാണെങ്കിൽ മക്ബറയിൽ പോയിട്ട് ബർക്കത്തെടുക്കാൻ പാടില്ല, ഇനി പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പാടില്ല, അമ്പലത്തിൽ പോയി തൊഴാൻ പാടില്ല. അപ്പം നിങ്ങൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊങ്ങനെയാണെന്നുള്ള പറഞ്ഞിട്ട് കളിയാക്കാറുള്ളത്. ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് അതൊക്കെ പറയുന്നത്. ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ അവന് അവൻ്റെതായ മതപരമായിട്ട് ജീവിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ലേ? മന്ത്രി ആയിക്കഴിഞ്ഞു എന്ന് കരുതിയിട്ട് മതം പറയുന്നത് മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? അത് മുസ്ലിം ആകട്ടെ, ഏത് മതമുള്ളവനാകട്ടെ. ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ചർച്ചിൽ പോകണം, ഹൈന്ദവരാണെങ്കിലും അമ്പലത്തിൽ പോകണം, മുസ്ലിം ആണെങ്കിലും പള്ളിയിൽ പോകണം. ഇതൊന്നും മുസ്ലിം ലീഗിൽപ്പെട്ട ആരെങ്കിലും മന്ത്രിയായി കഴിഞ്ഞാൽ പാടില്ല എന്നാണോ ഷാജി പറയുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളും കമ്മ്യൂണിസ്റ്റും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നിങ്ങൾ മറുപടി പറയണം. അപ്പോൾ ഇതൊക്കെയാണ് വിചിത്രമായിട്ടുള്ള എന്ത് പറയുക ആശയങ്ങളും നിയമങ്ങളൊക്കെ. അപ്പോൾ മുസ്ലിം ലീഗിലുള്ള ചില നിയമങ്ങളാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമമായിരിക്കും ഷാജിക്ക പറയുന്ന ഈ നിയമങ്ങളൊക്കെ. എന്നാൽ ഇതേ ആള് തന്നെ MLA ആയിരിക്കെ, ഇപ്പോൾ MLA ആണല്ലോ, MLA ആയിരിക്കെ ഇപ്പോൾ മക്ബറകളിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. അങ്ങനെ മമ്പുറം മക്ബറയിൽ പോയിട്ട് അവിടെ പോയിട്ട് ദുആ ചെയ്യുന്ന ഒരു രംഗം കണ്ടു നോക്കൂ. رب العالمين الحمد يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم صل وسلم ഇങ്ങനെ മക്ബറയിലൊക്കെ പോകുന്നത് ഞാനൊരു സുന്നിയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ മുമ്പ് നടത്തിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിൻവലിക്കേണ്ടി വരും. സുന്നി എന്നതൊരു ആശയമാണ്. സംഘടനാപരമായിട്ട് കുറേ പ്രസ്ഥാനങ്ങൾ സുന്നി പ്രസ്ഥാനത്തിനകത്തുണ്ട്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിക്കുന്നതാണ്. ഞാൻ സുന്നി ആവണോ, ഞാൻ എന്താവണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതിന് ഏതെങ്കിലും ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റ് KM ഷാജിക്ക് വേണ്ടാന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള നല്ലതാണ്. അത് പറഞ്ഞിട്ട് വോട്ട് പോയി കളി എന്ന് പറഞ്ഞിട്ട് പേടിക്കണവരുണ്ടെങ്കിൽ ഓല പോയി പേടിപ്പിക്കണം. KM ഷാജിയെ അത് പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ വരരുത് എന്ന് ഞാൻ സ്നേഹപൂർവ്വം പറയാം. ഇനി ഇദ്ദേഹത്തെ വിടാം. മുസ്ലിം ലീഗ് അടങ്ങുന്ന UDFന്റെ ഇപ്പോഴത്തെ നിലപാടെന്താ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതിതീവ്ര ആശയമുള്ള വിഭാഗം, ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യന് യോജിച്ചു പോകാൻ പറ്റാത്ത ആശയമുള്ള വിഭാഗം. ഒരു മുസ്ലിമിൻ്റെ നിസ്കാരം പൂർത്തിയാകണമെങ്കിൽ ഇവിടെ മതരാഷ്ട്രം വരണം എന്ന് പറയുന്നവരാണ് അവർ. ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര രാഷ്ട്രം, ഈ മഹത്തായ രാഷ്ട്രത്തെ അവർക്ക് മത രാഷ്ട്രമാക്കി മാറ്റണം. ഇങ്ങനെ വലിയൊരു തീവ്ര ചിന്താഗതിയുള്ള ഇവരെ എങ്ങനെയാണ് കൂട്ടുപിടിക്കാൻ കഴിയുന്നത്?
ഇവരെ കൂട്ടുപിടിക്കുന്ന UDF സുന്നികൾ കൂട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ കേട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രഭാഷണം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഈ തീവ്ര ചിന്താഗതിക്കാരെ കൂട്ടുപിടിച്ച് ഇപ്പോൾ വിജയിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ അതിഭീകരമാകുന്ന സ്വാധീനമല്ലേ ഇവരിൽ ചെലുത്തിയിട്ടുള്ളത്. മതരാഷ്ട്രവാദം വാദിക്കുക എന്നല്ല, അതെല്ലാവർക്കും പച്ചയായിട്ട് അറിയുന്ന യാഥാർത്ഥ്യമാണ്. അവർക്ക് മതരാഷ്ട്രവാദമുണ്ട്, ഭീകരമാകുന്ന പല ആശയങ്ങളും ആദർശങ്ങളും അവർക്കുണ്ട് എന്നുള്ളത്. ഇതറിഞ്ഞിരിക്കെ അവർക്ക് അങ്ങനൊന്നും ഇല്ല എന്ന് ഇന്ത്യയിലെ സെക്യുലർ രാഷ്ട്രീയ പാർട്ടിയാകുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവ്, ഒരു UDF നേതാവിന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവര് ആ വാദമൊന്നും അവര് ഇല്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മതരാഷ്ട്രവാദക്കാരാകുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവരിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ, ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് എതിരാകുന്ന രീതിയിൽ ആര് നിന്നാലും നമ്മൾ അവിടെയൊക്കെ ദീനിന് തന്നെയാണ് സ്ഥാനം കൊടുക്കേണ്ടത്. അവിടെ മതപണ്ഡിതന്മാർ എന്തു പറയുന്നു അതാണ് നമ്മൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ, നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. അത് ഏത് സുന്നിയായാലും നിങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണോ നമ്മുടെയൊക്കെ ഉസ്താദുമാർ പറയുന്നത് അതൊക്കെ ഒന്നുകൂടെ നമ്മൾ കേൾക്കണം. അവസരത്തിനോട് ഒത്ത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളൊക്കെ വോട്ട് ചെയ്യുക എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.